പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യേശു കർത്താവ് താൻ വളർന്ന നസ്രത്തിൽ വന്നു, പതിവ് പോലെ ആരാധനാലയത്തിൽ വായ്പാനായി ചെന്നു. നാം എന്നും ചെയ്യുന്ന കാര്യം നമുക്ക് ശീലമായി പോകും. നാം എന്നും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് ശീലമാണ് എന്നതുപോലെ തന്നെ യേശു കർത്താവ് പതിവ് പോലെ ആരാധനാലയത്തിൽ ചെന്നു. അതിനർത്ഥം യേശു കർത്താവിന് ആരാധനാലയത്തിൽ ശബത്ത് നാളിൽ പോകാൻ ശീലമായിരുന്നു. അത് എന്നും ചെയ്യുന്നതായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് ഞാനൊരു ദൂത് പറയാം. നമുക്ക് ആരാധന ശീലമാണ്. നമുക്ക് ആരാധന ശീലമാണ്. പ്രാർത്ഥന നമുക്ക് ശീലമാണ്. ബൈബിൾ വായന നമുക്ക് ശീലമാണ്. ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നത് നമുക്ക് ശീലമാണ്. അഭിഷേകത്തിൽ ചലിക്കുന്നത് നമുക്ക് ശീലമാണ്. ദർശനം കാണുന്നത് നമുക്ക് ശീലമാണ്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസെഫിനോട് ചോദിച്ചാൽ യോസെഫ് പറയും, പൊട്ടക്കിണറ്റ് എത്ര വന്നാലും എനിക്കത് വിഷയമല്ല, കാരണം ദർശനം എൻ്റെ ശീലമാണ്. ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും താൻ തൻ്റെ ദർശനത്തെയാണ് താലോലിക്കുന്നത്. പൊത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും താൻ തൻ്റെ ദർശനത്തെയാണ് താലോലിക്കുന്നത്. എത്ര പ്രതിസന്ധി വന്നാലും ദാവീദിനെ പോലെ കാട്ടിൽ കിടക്കുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും ആരാധന ശീലമാക്കുക. നെഹമ്യാവിനെ പോലെ പല പ്രതിസന്ധികളും പലരും നമുക്കെതിരെ ചുറ്റും നിന്നാലും, നാം ചെയ്യുന്ന നന്മകളെ നോക്കി പരിഹസിക്കാൻ നിന്നാലും പ്രാർത്ഥന ശീലമാക്കുക. ദൈവവചനം യേശുവിനെ പോലെ ശീലമാക്കുക. എത്ര പൊട്ടക്കിണറ്റിൽ ലോകം നമ്മെ ഇട്ടാലും, ഏതൊക്കെ പൊത്തിഫറിന്റെ വീട്ടിൽ നാം ചെന്നാലും, ഏതൊക്കെ സൻബലത്തും തോബിയാവും നമുക്കെതിരെ നിന്നാലും, ആരാധന ശീലമാക്കുന്നവന്, കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ പോലെ ആരാധന ശീലമാക്കുന്നവന് വിഷയമില്ല ഒറ്റപ്പെടലാണെന്ന്. ഡിപ്രഷൻ വിഷയമല്ല, പ്രതിസന്ധികൾ വിഷയമല്ല, പ്രതികൂലങ്ങൾ വിഷയമല്ല. കാരണം ആരാധന എനിക്ക് ശീലമാണ്. ഇന്ന് മുതൽ പറയാൻ പറ്റുമോ? ആരാധന എനിക്ക് ശീലമാണ്. പ്രാർത്ഥന എനിക്ക് ശീലമാണ്. ദൈവിക സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നത് എനിക്ക് ശീലമാണ്. ആലയത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അതേ അന്തരീക്ഷം എൻ്റെ ഭവനത്തിൽ ഞാൻ കാണുന്നു. കാരണം എന്താണ്? അതേ ആരാധന എനിക്ക് ഭവനത്തിൽ ശീലമാണ്. അതേ ദർശനം എനിക്ക് ഭവനത്തിൽ ശീലമാണ്. എൻ്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏതൊരു ഒറ്റപ്പെടലിൻ്റെ നടുവിലും എനിക്ക് ദർശനം ശീലമാണ്. ഉയരെ പറക്കാൻ എൻ്റെ ചിറകിന് ബലം തരുന്നത് എനിക്ക് ശീലമായിരിക്കുന്ന ആരാധനയാണ്. ഉയരെ പറക്കാൻ നമുക്ക് ബലം തരുന്നത് നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ശീലമായിരിക്കുന്ന പ്രാർത്ഥനയാണ്. ശീലമാകട്ടെ. ഇന്നു മുതൽ ബൈബിൾ വായന ശീലമാകട്ടെ. ആരാധന ശീലമാകട്ടെ. ഏതൊക്കെ ഒറ്റപ്പെടലിന് നടുവിൽ നിന്നാലും യഹോവ എൻ്റെ ഇടയൻ എന്ന് പറയാൻ നമുക്ക് ശീലമാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വചനത്താൽ നമ്മെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആരാധനയെ ശീലമാക്കുക. God bless you all. Amen.